അപ്പോൾ ഇന്നലെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ലൈമും കട്ട്ലേറ്റൊക്കെ കുടിച്ചതോടുകൂടി വീഡിയോ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ നമ്മൾ അവിടത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സും ഓട്ടോയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എത്തിയപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഭാരതപ്പുഴയും കാണാം, അതുപോലെ ട്രെയിൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തി ചായയും പഴംപൊരി ഉണ്ണിയപ്പൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ക്ഷീണമൊന്നും മാറ്റാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ വിട്ട് പിടിച്ചു ഭാരതപ്പുഴയിലേക്ക്. അവിടുത്തെ വെള്ളത്തിലൊന്ന് ചാടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുട്ടികളെയും മക്കളെ എല്ലാവരും പിടിച്ചിട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് എന്താണെന്നറിയോ, ട്രെയിൻ പോകുന്ന ട്രാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൂടെയായിരുന്നു നമ്മൾ നടന്നിട്ട് അപ്പുറത്തെത്താൻ പുഴയിലേക്ക്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു തലേൻ്റെ മേലെ കൂടെ ട്രെയിൻ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും ആ ഒരു സൗണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പുഴയൊക്കെ വറ്റി നല്ല ശോചനീയാവസ്ഥയിലായിരുന്നു കേട്ടോ. തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വലിയ തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയതാണ്. ഞാൻ ഈ ചവിട്ടുന്ന അവിടേക്കൊക്കെ മഴക്കാലം ആകുമ്പോൾ മൊത്തത്തിൽ വെള്ളം കയറുന്നതാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളം കുറവാണെങ്കിലും നമുക്ക് വെള്ളം കണ്ട ഒരു ഹരാണല്ലോ. അങ്ങനെ ആദ്യം കുട്ടികളൊക്കെ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇറങ്ങണ്ടേ എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നല്ല പുക കളിയായിരുന്നു കേട്ടോ. എല്ലാവരും വെള്ളം കുറവാണെങ്കിലും അതിൽ നല്ല അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയെങ്കിലും തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 8:30 മണി വരെ നമ്മൾ വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ. ആകെ നനഞ്ഞിരിക്കുകയാണ്. ഇനി കുളിച്ചിട്ട് വേണം കേട്ടോ. ബൈ.